خبير بما تعملون صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين شاكرين الحمد لله رب العالمين. القبر إما روضة من رياض الجنة أو حفرة من نفر النيران. الحديث قال شفيعنا محمد مصطفى إذا مات إنسان فخمس لخمسة ولحم لديدان وعظم لتربة ومال لوراث وروح لقابض وعمل لمظلومين فعلا بإقلة. പ്രിയമുള്ള സത്യവിശ്വാസി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സർവാദിനാഥനും സർവേശ്വരനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെട്ട രാത്രിയിൽ അല്ലാഹുവിന്റെ പവിത്രമായ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്ന എല്ലാ പദവികളും പരലോകത്ത് നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി നാം അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരികയും ദുആ ചെയ്യുമ്പോൾ മാറ്റിത്തരികയും അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരഗതമാക്കി ലോകത്ത് നിന്ന് മരണപ്പെടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് തരികയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അനുഗ്രഹീതമായ റമദാൻ ശരീഫിന്റെ സമാപന 10-ന്റെ 2-ാമത്തെ ദിവസമാണ് അൽഹംദുലില്ലാ. ഇന്നലെ കഴിവിന്റെ പരമാവധി അൽഹംദുലില്ലാ നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് പറ്റുന്ന രീതിയിൽ രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് കുറേ സമയം അള്ളാഹുവിന് വേണ്ടി, എല്ലാ സമയവും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് സമയം ചായ കുടിക്കാൻ അരമണിക്കൂർ പോവും, ചോറ് കഴിക്കാൻ 1 മണിക്കൂർ പോവും, പിന്നെ അതിനിടയിൽ ഉറങ്ങാനും വിശ്രമിക്കാനും പിന്നെ ശാരീരികമായ മറ്റാവശ്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടും. അത് അനുഗ്രഹീതമായ പള്ളിക്ക് വേണ്ടി നമ്മൾ ചിലവഴിച്ച്, അള്ളാഹുക്ക് വേണ്ടി ചിലവഴിച്ച് പള്ളിക്കകത്ത് നമ്മൾ സമയം ചിലവഴിക്കാറുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നലെ നാം ചർച്ച ചെയ്തത് ജീവിതത്തിൽ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യനും നേരിടേണ്ട ഒരു രംഗത്തെയാണ് നാം ഇന്നലെ ചർച്ച ചെയ്തത്. ഒരാൾക്കും അതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച ഫിർഔനും അതിന്റെ മുന്നിൽ കുടുങ്ങിയിട്ടുണ്ട്. ഏറ്റവും വലിയ അഹങ്കാരിയായി, ലോകം അറിയപ്പെട്ട അഹങ്കാരിയായി ലോകത്ത് പറഞ്ഞ ഹിറ്റ്ലർ എന്ന് പറയുന്ന അഹങ്കാരിയും അതിന്റെ അകത്ത് കുടുങ്ങിയിട്ടുണ്ട്. എന്തിനേറെ എഴുത്തുകാരും ചിന്തകന്മാരും പ്രഭാഷകന്മാരും കഴിവുള്ളവരും അഭ്യാസികളും അഭ്യാസം അറിഞ്ഞുകൂടാത്തവരും അറിവുള്ളവരും അറിവില്ലാത്തവരും ഒക്കെ എല്ലാവരും മരണം എന്ന് പറയുന്ന ആ ഒരു മഹാസംഭവത്തിന്റെ രുചി അറിഞ്ഞിട്ടുണ്ട്. അറിയാത്തവർ ഉടനെ അറിയും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അള്ളാഹു ലോകത്ത് പടച്ചിട്ടുള്ള എല്ലാ ശരീരവും, അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് പടച്ചിട്ടുള്ള എല്ലാ ശരീരവും നിർബന്ധമായും ആ മരണത്തെ രുചിക്കണം. അത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. അപ്പൊ നമ്മളെ എല്ലാവരെയും നമ്മൾ കുളിക്കുന്നത് പോലെ അല്ലാതെ നമ്മളെ മറ്റുള്ളവർ കുളിപ്പിക്കും. നമുക്കിപ്പോ നമ്മൾ ഇന്ന് കുളിക്കുകയാണെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ ശരീരം ഇങ്ങനെ നമുക്ക് തേക്കാൻ പറ്റും. പക്ഷേ മറ്റുള്ളവർ കുളിപ്പിക്കുന്ന സമയം നമ്മൾ തേക്കില്ല. അവര് വന്ന് നമ്മുടെ ശരീരം ഇങ്ങനെ തേച്ച് വൃത്തിയാക്കി തരും. അതേപോലെ തന്നെ നമ്മുടെ നഖത്തിനടിയിലുള്ള അഴുക്കുകളെല്ലാം നമ്മുടെ മക്കൾ ഇങ്ങനെ വന്ന്, വാപ്പ മരിച്ചു, ഇല്ലെങ്കിൽ ഉമ്മ മരിച്ചു, കുടുംബക്കാർ മരിച്ചു, അവരിങ്ങനെ നഖത്തിനടിയിലുള്ള അഴുക്കെല്ലാം എടുത്തു തന്ന് വളരെ വൃത്തിയാക്കി ഭംഗിയാക്കി കുളിപ്പിച്ച് ഇന്നുവരെ നമ്മൾ ധരിച്ചിട്ടില്ലാത്ത വെണ്മയുള്ള വസ്ത്രം. എത്ര വെളുത്ത വസ്ത്രം നമ്മൾ ധരിച്ചാലും അതിനേക്കാൾ വെളുപ്പമാണ് കഫൻ തുണിക്ക്. അത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ എത്ര നല്ല വെള്ള ഡ്രസ്സ് ധരിച്ചാലും കഫൻ തുണി അതങ്ങോട്ട് ശരീരത്തിലങ്ങോട്ട് മൂടുമ്പോൾ അതിനൊരു വെളുപ്പ് കൂടുതലാണ്.
ആ വെള്ള വസ്ത്രം കൊണ്ട് നമ്മളെ പൊതിഞ്ഞ് എല്ലാവരും, വേണ്ടപ്പെട്ടവരും വേണ്ടാത്തവരും ഒക്കെ നമ്മുടെ മുന്നിൽ വന്ന് ഒറിജിനൽ കണ്ണുനീരും അല്ലാത്ത കണ്ണുനീരും ഒക്കെ ഒഴിച്ച് നമ്മളെ ഇങ്ങനെ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ് നാം ഇന്നലെ പറഞ്ഞത്. ചിന്തകന്മാര് പറയുകയാണ്, ഒരാൾക്ക് 3 കൂട്ടുകാരനുണ്ടായിരുന്നു. ഒരു വലിയ ലോകത്ത് ധാരാളം, പിന്നെ ഒരു കഥ നമുക്ക് പറഞ്ഞു തരികയാണ് നമുക്ക് ഗുണപാഠം എന്ന നിലയിൽ. 3 കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം മരിക്കാൻ പോവാണ്. മരണക്കട്ടിലിൽ ഇങ്ങനെ കിടന്നിട്ട് 3 കൂട്ടുകാരെയും അദ്ദേഹം അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു. ഒന്നാമത്തെ ആളിനോട് ചോദിച്ചു, ഞാൻ മരിക്കാൻ പോവാണ്, ഒരുപാട് സമയം എത്തില്ല, ഉടനെ ഞാൻ മരിക്കും. അങ്ങനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എന്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചു. ആ കൂട്ടുകാരൻ പറഞ്ഞു, നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ഞാനുണ്ടാവും, കഫം പൊതിയാൻ ഞാനുണ്ടാവും, സന്തൂക്ക് എടുത്തുകൊണ്ടുവരാൻ ഞാനുണ്ടാവും, അതിനകത്ത് കിടത്താനും ഞാനുണ്ടാവും, നിങ്ങളെ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന മുൻപന്തിയിൽ എന്നെ നോക്കിയാൽ ഞാനുണ്ടാവും. അത്രയ്ക്ക് നമ്മൾ വലിയ കമ്പനിയാണ്. മുൻപന്തിയിൽ ഞാനുണ്ടാവും. എന്റെ ഉറ്റ സുഹൃത്താണ് നിങ്ങളായതുകൊണ്ട് നിങ്ങൾ മരണപ്പെട്ട മയ്യത്ത് കട്ടില് പള്ളിക്കാടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാനുണ്ടാവും. എന്നിട്ട് ഖബറിൽ കൊണ്ടുപോകും, പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിക്കുമ്പോഴും ഞാനുണ്ടാവും. ഖബറിലേക്ക് കൊണ്ടുപോയി നിങ്ങളെ ഖബറിനകത്തേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഞാനുണ്ടാവും. എന്നിട്ട് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുക്കും മിൻഹാ നുഖ്രിജുക്കും താറത്തുൻ നുഖറ, 3 പിടി മണ്ണ് വാരി ഖബറിനകത്തിട്ടിട്ട് അസ്സലാമു അലൈക്കും, പിന്നെ ഞാനുണ്ടാവില്ല, അവിടം വരെ എന്തായാലും ഞാനുണ്ടാവും എന്ന് ഒരു കൂട്ടുകാരൻ പറഞ്ഞു. രണ്ടാമത്തെ ആളിനോട് സക്രാത്തിന്റെ ഹാലിൽ കിടന്ന ഈ മനുഷ്യൻ വിളിച്ചിട്ട് ചോദിച്ചു, എന്റെ രണ്ടാമത്തെ കൂട്ടുകാരൻ നീയാണ്, നീ എന്റെ കൂടെ എവിടം വരെ ഉണ്ടാവും? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എപ്പോഴും മരിക്കോ ആ സമയം ഞാനും നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും തീർന്നു. നിങ്ങളെ റൂഹ് എപ്പോഴും പിരിയോ, അത് കണ്ണിലൂടെയാണെങ്കിൽ അങ്ങനെ, വായിലൂടെയാണെങ്കിൽ അങ്ങനെ. ഇന്നലെ നാം അങ്ങനെയാണ് പറഞ്ഞത്, റൂഹ് പിരിയുന്ന രംഗം. അപ്പൊ എപ്പോഴും നീ മരിക്കോ അപ്പോഴും ഞാനും നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും തീർന്നു, പിന്നെ ആ ബന്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കൂട്ടുകാരനോട് ചോദിച്ചു, നീ എങ്ങനെയുണ്ടാവും എന്റെ കൂടെ? മൂന്നാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, വിഷമിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. നീ മരിച്ചാൽ നിന്റെ കഫൻ തുണി, നിന്റെ മയ്യത്ത് കുളി, നിന്റെ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ട് എല്ലാരും പോയാലും ഞാൻ പോവില്ല, നിന്റെ കൂടെ ഖബറിനകത്ത് ഞാൻ ഇറങ്ങും. അങ്ങനെ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നില്ലേ? നിന്റെ കൂടെ ഖബറിനകത്ത് ഞാൻ ഇറങ്ങും, എന്നിട്ട് നിന്റെ ഖബറിനകത്ത് മലക്കുകൾ വന്ന് നിന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോ നിന്റെ കൂടെ ഞാനുണ്ടാവും, പരലോകത്ത് നിന്റെ കൂടെ ഞാനുണ്ടാവും. നീ സ്വർഗത്തിലാണെങ്കിൽ അവിടെ ഞാനുണ്ട്, നരകത്തിലാണെങ്കിൽ അവിടെയും ഞാനുണ്ട്. നമ്മളെല്ലാവരും ഇപ്പൊ ആലോചിക്കും, ഈ മൂന്നാമത്തെ കൂട്ടുകാരനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അൽഹംദുലില്ലാഹ് കൊള്ളായിരുന്നു. ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥലത്ത് സഹായിക്കാനുള്ള മൂന്നാമത്തെ കൂട്ടുകാരൻ. ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ 3 കൂട്ടുകാരാരെന്നറിയുമോ? ഒന്നാമത്തെ കൂട്ടുകാരൻ നമ്മുടെ മക്കളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ബന്ധുക്കളുമാണ്. അവരാണ് ഒന്നാമത്തെ കൂട്ടുകാർ. അവരെവിടം വരെ വരും? യുനാദൂന ഖൽഫൻ നഇശി മല്ലാ യുജീബുഹും ബിസൈരിൻ ഇലാ ലഹദീ. പണ്ഡിതന്മാര് പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട മക്കൾ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുമ്പോൾ അട്ടക്കുളങ്ങരയിൽ നീ മരിച്ചു എന്ന് ഫോൺ ചെയ്ത് എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. നമ്മുടെ പള്ളിയുടെ മുമ്പിലിരിക്കുന്ന കറുത്ത ബോർഡിൽ നമ്മുടെ മുഅദ്ദിൻ സാഹിബ് എഴുതി വെക്കുകയാണ്, ഇന്ന സ്ഥലത്ത് ഇന്നയാൾ മരണപ്പെട്ടുപോയി, ഖബറടക്കം ഇത്ര മണിക്കുണ്ടാകുമെന്ന് പറയുമ്പോൾ വന്നവരെല്ലാം വായിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്, ഇന്നലെ ഇഅ്തികാഫിനുണ്ടായിരുന്ന മനുഷ്യനാണ്. ഉസ്താദ് വന്ന് വായിച്ചു നോക്കി, സുദക്ക എനിക്ക് തന്ന മനുഷ്യനാണ്, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞ മനുഷ്യനാണ്. അല്ലാഹുവേ, എന്ത് ചെയ്യാനാണ്? എല്ലാവരും ഇങ്ങനെ ബോർഡ് വായിച്ചു നോക്കി. ആ മയ്യത്ത് പരിപാലനത്തിനൊന്ന് വീട് വരെ എത്താൻ, മയ്യത്ത് നിസ്കാരത്തിലൊന്ന് പങ്കെടുക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇദ്ദേഹത്തിന്റെ മക്കളും കൂടെ നടക്കുകയാണ്. മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാപ്പാന്ന് വിളിക്കുമ്പോ, നേരത്തെ വിളിക്കുമ്പോ എന്താ മക്കളെ എന്ന് വിളി കേട്ടിരുന്നു. നമ്മളെ വാപ്പാന്ന് നമ്മുടെ മക്കൾ വിളിക്കുമ്പോ നമ്മൾ പെട്ടെന്ന് എന്താന്ന് നമ്മൾ തിരിച്ച് മറുപടി കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് യുനാദൂന ഖൽഫൻ നഇശി മല്ലാ യുജീബുഹും, മറുപടി കൊടുക്കാത്ത വാപ്പായ അവരിന്ന് വിളിക്കുകയാണ്. വാപ്പാ, എന്നെ കളഞ്ഞിട്ട് പോവുകയാണോ വാപ്പാ? ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, അള്ളാന്റെ റസൂല് പറഞ്ഞ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന അവന്റെ വീടിന്റെ യഥാർത്ഥ പടി കടക്കുമ്പോഴാണ്, മയ്യത്തായി
എപ്പോഴാണ് യഥാർത്ഥ വേദന? അവന്റെ വീടിന്റെ മെയിൻ വാതിൽ കിടക്കുമ്പോഴാണ് ഏറ്റവും വലിയ വേദന ഒരു മയ്യത്തിന് ഉണ്ടാവുക. ഏറ്റവും വലിയ വേദന എപ്പോഴാണ് ഉണ്ടാവുക? അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ, മക്കളെല്ലാവരും വരും, കൂടെ വന്ന് മക്കൾ നടന്ന് ഖബറിൽ വന്നിട്ട് അവസാനം 3 പിടി മണ്ണ്. അത് ഇന്നത്തെ മക്കൾ മണ്ണ് വാരിയിടാറില്ല. കാരണം എന്താ? കൂടിയ മക്കളാണ്, കയ്യിൽ മണ്ണ് പറ്റും. ബാക്കിയുള്ള പാവപ്പെട്ടവർ മണ്ണ് വാരിയിടുന്നത് കണ്ട് നോക്കി നിൽക്കും. ഇല്ലാതെ മണ്ണ് വാരിയിടുന്ന മക്കളെ വളരെ അപൂർവം. നിങ്ങൾ എവിടെയെങ്കിലും മയ്യത്തടക്കുമ്പോ പോയി നോക്കിയേ, ഏതെങ്കിലും മക്കൾ വാപ്പാടെ കവറിലേക്ക് മണ്ണ് വാരിയിടുന്നുണ്ടോന്നില്ല. അവര് കുഴിവെട്ടുകാർക്ക് പൈസ കൊടുക്കാനും ഉസ്താദിന് പൈസ കൊടുക്കാനും അങ്ങനെയുള്ള മറ്റാവശ്യങ്ങളുമായിട്ട് പള്ളിയുടെ മുമ്പിലുണ്ടാവും. മണ്ണ് വാരിയിടുന്ന മക്കൾ കുറവാണ്. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുക്കും മിൻഹാ നുഖ്രിജുക്കും താറത്ത്. അതൊരു ബന്ധമാണ്. വാപ്പാടെ ഖബറിലേക്ക് മണ്ണ് വാരി ഇട്ടിട്ട് ആ മണ്ണ് ഇങ്ങനെ കൈകൊണ്ട് തൂത്ത് കളയുമ്പോൾ അതൊരു ബന്ധം തന്നെയാണ്. പക്ഷെ അത് ചെയ്യാൻ ഇന്ന് നമ്മുടെ മക്കളില്ല. ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ചെയ്തെന്ന് പറഞ്ഞാലും ചെയ്തില്ലെന്ന് പറഞ്ഞാലും വാപ്പാക്ക് വാപ്പാടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം ഉണ്ട്, അത് വേറെ വിഷയം. പക്ഷെ ചെയ്യണം. ചെയ്യുമ്പോൾ അതൊരു ബന്ധമാണ്. വാപ്പയുമായിട്ടുള്ള മകന്റെ അവസാനത്തെ ഒരു സമ്മാനം കൊടുക്കുക. അതുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു വല്ലാത്ത ഒരു മരണത്തെക്കുറിച്ചുള്ള ഒരു ഭയവും ചിന്തയും ഉണ്ടാവും. ഇന്ന് നാം മണ്ണിൽ നിന്ന് അകന്നു പോയില്ലേ, നമുക്കിന്ന് ഇടാൻ തോന്നുന്നില്ല. ഏതായാലും എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കൂട്ടുകാരൻ അവരാണ്. നമ്മുടെ മാതാപിതാക്കളും മക്കളും ബന്ധുക്കളുമാണ്. ഖബർ വരെ അവരുണ്ടാവും. ഖബർ കഴിഞ്ഞാൽ പിന്നെ ഉള്ള പരിപാടിക്ക് അവരുണ്ടാവില്ല. പിന്നെ അവര് പോവുകയാണ്. പിന്നെ അല്പമെങ്കിലും പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ ആ ഖബർ നോക്കിയിട്ട് അസ്സലാമു അലൈക്കും യാ അബി, അസ്സലാമു അലൈക്കും യാ ഉമ്മീ, ഉമ്മ വാപ്പ സലാം പറഞ്ഞ് അസ്സലാമു അലൈക്കും പറഞ്ഞ് പോവാണ്. അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി ഈമാനുള്ളവർ പറയുന്ന എന്താ? ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അള്ളാന്റെ വിധി ഉണ്ടെങ്കിൽ ഉടനെ തന്നെ താമസിക്കാതെ ഞങ്ങളും നിന്റെ കൂടെ വന്ന് ചേരും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വരും. ഇതാണ് ഒന്നാമത്തെ കൂട്ടുകാർ. രണ്ടാമത്തെ കൂട്ടുകാരാരാ? മരിച്ച ഉടനെ തന്നെ ബന്ധം തീർന്നു. ആരാ രണ്ടാമത്തെ കൂട്ടുകാർ? ആർക്കെങ്കിലും പറയാൻ പറ്റും? സമ്പത്താണ്. നമ്മുടെ കാശ്, ഇടതുപക്ഷത്തിന്റെ സമ്പത്തല്ല, നമ്മുടെ സമ്പത്ത്, പോക്കറ്റിൽ കിടക്കുന്ന ഗോയാക്കുട്ടി, അതാണ്. ഇത് എപ്പോഴാണെന്നറിയോ? നമ്മൾ എപ്പോഴും മരിക്കോ അപ്പോഴും തീർന്നു. നമ്മുടെ പോക്കറ്റിൽ 10 ലക്ഷം രൂപയുണ്ട്, നമ്മളിങ്ങനെ നെഞ്ചൊക്കെ വിരിച്ച് നടക്കുകയാണ്. പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് അറ്റാക്ക് വന്ന് ഇങ്ങനെ അവിടെ ഇരുന്ന് മരിക്കണം. അള്ളാഹു കാക്കട്ടെ. മരിച്ചാൽ പിന്നെ ഈ 10 ലക്ഷം രൂപ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. ആദ്യം കാണുന്ന ആളെടുത്തോണ്ടങ്ങ് പോകും. എന്തായാലും നീ പോയി ഇതെങ്കിലും എന്റെ പോക്കറ്റ് ഇരിക്കട്ടെ എന്ന് പറയും. ചിലപ്പോൾ 10 ലക്ഷം ഒരുമിച്ച് പോക്കറ്റ് വെച്ചുകൊണ്ടായിരിക്കും നിനക്ക് അറ്റാക്ക് വന്നത്. അതുകൊണ്ട് ഞാൻ 2 പാക്കറ്റിലായിട്ട് 5 ലക്ഷം വെച്ച് വെച്ചോളാം, അസ്സലാമു അലൈക്കും എന്ന് പറയും. അങ്ങനെ എടുത്തിട്ട് പോകും. കാരണം എന്തെന്നറിയോ? അതങ്ങനെയാണ്. മരിച്ചാൽ പിന്നെ നമുക്ക് നമ്മുടെ പൈസ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. പിന്നെ മക്കളാരെങ്കിലും നമുക്ക് പിന്നെ ഹൈന്ദവരൊക്കെ മരിക്കുമ്പോൾ ചിലപ്പോ എന്റെ അച്ഛനെ ചന്ദനമുട്ടിയിൽ വെച്ച് എന്നെ കത്തിക്കണം. അപ്പൊ ആ അച്ഛന്റെ പൈസ എടുക്കും, അമ്മയുടെ പൈസ എടുക്കും, അത് വേറെ വിഷയം. അപ്പൊ അതങ്ങനെയാണ്. ഏതായിരുന്നാലും മരിച്ചു കഴിഞ്ഞാൽ സമ്പത്തുമായുള്ള നമ്മുടെ ബന്ധം തീർന്നു. മൂന്നാമത്തെ കൂട്ടുകാരാരാ? മൂന്നാമത്തെ കൂട്ടുകാർ അമലുകളാണ്. അമലുകൾ. നീ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നിന്റെ കൂടെ ഖബറിലുണ്ടാകും. ഈഴ്ത്തിക്കാഫ് നമ്മുടെ ഖബറിന്റെ പ്രകാശമുള്ള അമലാക്കി അള്ളാഹു നമുക്ക് തരട്ടെ. ഈ അനുഗ്രഹീതമായ പള്ളിക്കകത്ത് എത്ര